ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രിപ്പോ80. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ മാപ്പ് മോഡ് കയറ്റാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബസ്സിൽ കളിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗെയിം ഒന്ന് ബാക്ക് അടിക്കുക. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാപ്പ് മോഡ് ബസ് ഇടുന്ന് അടിക്കുക. അപ്പോൾ ഈ KBRൻ്റെ മാപ്പ് മോഡിൻ്റെ ആപ്പ് വരും. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരെ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. നമ്മളൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആപ്പ് ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ഗൈസ്, നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാപ്പ് മോഡ് സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ന്യൂലി റിലീസ്ഡിലെ ഒരു മാപ്പ് മോഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അടിയിലുള്ളതും സെലക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത രണ്ടാമത്തെ മാപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ആഡ് വരും. ഞാനത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നോളും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഞെക്കുക. അപ്പോൾ അവിടെ ഒന്നും കൂടി ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അത് ഞെക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നേരെ സെറ്റ് ആർച്ചീവർ ഓപ്പൺ ആക്കുക. ആൻഡ് അതിൻ്റെ അകത്ത് ഡൗൺലോഡ്സിൽ പോകുമ്പോൾ മാപ്പ് മോഡ് എന്ന് കാണും. അപ്പോൾ അത് ഞെക്കുക. അപ്പോൾ നമ്മളെ ഒരു മാപ്പ് മോഡ് കാണും. അത് സിപ്പ് ഫയലായിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൽ ഒരു വട്ടം ഞെക്കിയിട്ട് എക്സ്ട്രാക്ട് ഹിയർ ഞെക്കുക. അപ്പോൾ നമ്മളുടെ താഴത്തൊരു ഇപ്പോൾ കാണുന്നൊരു വെള്ള കളർ പോലെ ആ ഫയലാവും. ഞാൻ ആദ്യം ഒരു വട്ടം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലോട്ട് കയറുക. ആൻഡ് നേരെ മോഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ മാപ്പ് കാണും മുകളിൽ, അത് ഞെക്കുക. എന്നിട്ട് ഇമ്പോർട്ട് ഞെക്കുക. എന്നിട്ട് ഫയൽ മാനേജർ, ഡൗൺലോഡ്സ്, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ഞെക്കിയിട്ട് മാപ്പ് മോഡ്സ് ഞെക്കിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവും, അത് ഞെക്കുക. എന്നിട്ട് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ കളിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ മോഡ് തന്നെ ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് മാപ്പ് ഞെക്കുക. അപ്പോൾ സൈഡിൽ പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ഞെക്കിയിട്ട് കണ്ടിന്യൂ ഞെക്കുക. ഞാൻ ഓൾറെഡി കളിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നേരെ മാപ്പിലോട്ടായിരിക്കും കയറുക. അപ്പോൾ നമ്മളുടെ ലോഡിങ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാപ്പ് ആദ്യം ലോഡാവുന്നത് ഇങ്ങനെയായിരിക്കും. ചെറിയ ലോഡിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ആൻഡ് ഇവിടെ കയറുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ചിലപ്പോൾ കയറില്ല. നല്ല പണിയാണ് വണ്ടി കയറാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ടാസ്ക്കാണ് എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ ഒരു വളവുണ്ട്, അവിടെ വന്ന് വണ്ടി ഇടിക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കണ്ടോ, ഇപ്പം മെല്ലെ വണ്ടി പോകുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ ഈ മാപ്പിന് കുറേ ദൂരമുണ്ട്. ഞാൻ കുറച്ച് ദൂരം വരെ ഇതിൻ്റെ അകത്ത് പോകുന്നുള്ളൂ. ഈ കയറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരു ബസ് വന്ന് അവിടെ ഇടിച്ചു. ഇനി നിങ്ങൾക്ക് പോകാൻ പണിയായിരിക്കും. എന്തായാലും ഞാൻ ഈ സൈഡിൽ കൂടെ ബസ്സിനെ ഇടിച്ചിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ പിന്നെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ വണ്ടീനെ ഇടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വണ്ടി ഇപ്പോൾ അവിടെ പോയി ഇടിക്കും. കയറുന്നില്ലല്ലോ. നിങ്ങൾ എവിടെയും ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി പിന്നെ കയറില്ല. കയറണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറണം, എന്നാലേ വണ്ടി കയറുള്ളൂ. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് കയറ്റാം. ബ്രേക്ക് കിട്ടുന്നില്ല വണ്ടിക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറ്റുകയാണ്. പക്ഷേ വണ്ടി കയറുന്നില്ല, എന്താണെന്ന് അറിയില്ല. കയറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറ്റിയുണ്ട് ഒരു വിധത്തിലൊക്കെ. അറിയാതെ ഈ ക്യാമറേൻ്റെ ഓപ്ഷൻ നീക്കി പോയതാണ്. പിന്നെ വണ്ടി താഴത്തോട്ട് പോകണമല്ലോ. ഗൈസ്, അപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ കയറ്റിയുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട് ഈ മാപ്പ്. പിന്നെ ഈ മാപ്പിൻ്റെ 2 സൈഡും മലയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല വൈബിൽ കളിക്കാൻ പറ്റും.
സൈഡിൽ പിന്നെ ബാരിയർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ താഴത്തോട്ട് വീണു. താഴത്തും പിന്നെ ചെറിയ ചെറിയ മലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മെല്ലെ പോവാം, സ്പീഡിൽ പോകരുത്. ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടൊന്നും വണ്ടി നിൽക്കുന്നില്ല. അവിടെ ഒരു ബാരിയർ ഉണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോൾ അവിടെ ഇടിച്ചിട്ട് വണ്ടി സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടോ ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് നിർത്തിയാണ്. അപ്പോൾ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് സ്പീഡിൽ പോരുത്. താഴത്ത് ഒരു മല ഉണ്ട്, അവിടെ പോയി ഞാൻ പിടിച്ച് നിൽക്കും. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും വണ്ടിയൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഇടിച്ച് നിന്ന്. ഇനി റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ഇവിടെ സ്റ്റക്കായി തോന്നുന്നു. അപ്പോൾ കണ്ടില്ല, അവിടേക്ക് കുറേ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ വണ്ടി സ്റ്റക്കായില്ലേ. ഞാൻ കാണിച്ചു തരാം. അവിടേക്ക് കുറച്ച് ഉണ്ട്, ഇനിയും അങ്ങോട്ട് ഉണ്ട്. നമുക്ക് റെൻഡർ ആവാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബസ്സിൽ കഴിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.